അന്ന് തൊട്ട് ആനന്ദ് എന്നുള്ള സിനിമ ഒരു ഡ്രീമാണ്. വിനീതനോട് അന്ന് ഞാൻ പറഞ്ഞ സ്റ്റോറിയാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഒരു സ്റ്റോറിയായിട്ട് ആലോചിക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു സിനിമയായി മാറുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. മനസ്സിലൊരു സന്തോഷമായിട്ട് ഒരു സ്റ്റോറി ഇങ്ങനെ കൊണ്ടുവരുന്നുള്ളൂ. ആൻഡ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ സെയിക്കിനായിട്ടില്ല ഒരു ഫിലിം ചെയ്തെന്നോ അല്ലെങ്കിൽ അതിപ്പോൾ ഒരു കുറച്ച് ദിവസം റിലീസ് ചെയ്യാൻ പോകുന്ന ഫീലിംഗൊന്നും ആയിട്ടില്ല. എനിവേ ഇതുവരെ എല്ലാം ഭയങ്കര രസമായിട്ട് പോയിട്ടുണ്ട്. വിനീതന്റെ സപ്പോർട്ട്, വിനോദേട്ടന്റെ സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഒരു രീതിയിലും ഞാനൊരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ് അവരറിയിച്ചിട്ടില്ല. എല്ലാ രീതിയിലും എന്നെ കയ്യിലിത്ര പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, ഐ എം വെരി താങ്ക്ഫുൾ ടു ദം. ആൻഡ് ഇത്രയും സീരിയസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നല്ല ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. സോ താങ്ക് യു ഓൾ ആൻഡ് വിഷ് യു ഹാപ്പി. ആൻഡ് ആക്ച്വലി അനു ആൻഡ് വിശാൽ, എനിക്ക് തോന്നുന്നു എക്കാലത്തും നിവിനും ഒരു സമയത്ത് ഫ്രഷ് ആയിട്ട് തമിഴ് സമയത്തും അതിന് മങ്ങവാടിയിലൂടെയൊക്കെ വന്നതാണ്. വിനീതും അങ്ങനെയാണ്. അതുപോലെ ഒരു പുതിയ ടീം ഇവിടെ നിൽക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളും കൈയടികളും കൊടുക്കുക. ഞങ്ങൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ഈ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാവരും രാപ്പകലില്ലാണ്ട് അധ്വാനിക്കുന്നുണ്ട്. ഈ സിനിമ അടുത്ത മാസം തിയേറ്ററിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ താങ്ക് യു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പേര് തോമസ്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ആക്ടിങ്. ഗണേശന്റെ എന്നെ സത്യം പറഞ്ഞ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് വരുമായിരുന്നു. അപ്പോൾ ആരാണോ എന്താ പറയുക ദൈവാനുഗ്രഹം ആരാണോ Anandam ശരിക്കും പറഞ്ഞാൽ is like a very big thing for all of us over here, and we need all your prayers and wishes. I just hope it makes a really good movie. ഇനി ഇതുപോലൊരു പ്രോഗ്രാം എന്തെങ്കിലും ആനന്ദത്തിന് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ സക്സസ് ആയിരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവരും പോയി പടം കാണണം. താങ്ക് യു. കഷ്ടപ്പെട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി ഡ്രീം കം ത്രൂ. ഞാൻ വിനീതനോട് മോസ്റ്റ്ലി പറഞ്ഞിരുന്നു ലോഡ് ന്യൂ കമേഴ്സ് ഇൻസ്പിറേഷൻ ടു ദി അപ്കമിംഗ് ജനറേഷൻ ഇൻക്ലൂഡിങ് ഓൾ ഓഫ് us. താങ്ക് യു വിനീതേട്ട, എല്ലാവരോടും താങ്ക്സ്. ഇത് ഇങ്ങനെ ഒരു ന്യൂ കമേഴ്സിനെ വെച്ച് മൂവി എടുക്കാമെന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബിഹൈൻഡ് സ്ക്രീൻ ആക്ച്വലി. താങ്ക്സ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്സ്. ഭയങ്കര സന്തോഷമുണ്ട്. തൊമ്മ പറഞ്ഞ പോലെ എന്നെ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. ദർശന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ സന്തോഷമുണ്ട്. എല്ലാവരും സിനിമ പോയി കാണണം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് വിശാൽ. നമസ്കാരം, എൻ്റെ പേര് വിശാൽ. ഞാൻ കുക്കിംഗ് ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ആസ് എ ഫസ്റ്റ് ടൈം ഫിലിം എന്നെക്കാളും നല്ല വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് എനിക്ക് വലിയ ചാൻസ് ഇല്ലാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. ബിക്കോസ് ഇതുപോലത്തെ ഒരു വണ്ടർഫുൾ ഫാമിലിയുടെ പാട്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വപ്നമായിരുന്നു. ആൻഡ് വി റിയലി ഡിഡ് വർക്ക് ലൈക്ക് എ ഫാമിലി. ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരു അമ്മയുണ്ടായിരുന്നു, ഒരു അമ്മാവനുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ തന്നെയൊക്കെ ഉണ്ട് ആരെങ്കിലും. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരി വൺ. ആൻഡ് എല്ലാവരും ഡെയിലി സപ്പോർട്ട് ചെയ്യും. ചെറിയ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇത് വിനീതിൻ്റെ പ്രൊഡക്ഷൻ ആണ്. വിനോദും വിനീതും ചേർന്ന് ചെയ്യുന്നൊരു പടമാണ്. എൻ്റെ അയൽവക്കക്കാരനാണ്, ഫ്ലാറ്റിൻ്റെ അയൽവാസിയാണ് ഡയറക്ടർ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കാഴ്ചക്കാരനാണ്. ഞാനിതിൻ്റെ പുറകിലുള്ള ഒരാളാണെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് ക്രെഡിറ്റ് കിട്ടും. കാരണം നന്നായി ഓടിക്കഴിഞ്ഞാൽ LJ ഫിലിംസ് വീണ്ടും പുതിയ ആളുകളെ കൊണ്ടുവന്നു എന്നൊക്കെ ആൾക്കാർ പറയും. സന്തോഷം. നമ്മളിതിൻ്റെ ഒരു ഭാഗമാവുന്നതിൽ വലിയ സന്തോഷം. അത് വിനീതിനെ പോലെയുള്ള ക്രാന്തിദർശികളായിട്ടുള്ള ആളുകളുടെ എടുക്കാണ്. അവരിങ്ങനെ ഒരു പ്രസ്ഥാനത്തെ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കും. ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകൾക്കും അത് ഭയങ്കര ധൈര്യവും ഉത്തേജനവും ഒക്കെ തരുന്നുണ്ട്. വലിയ താരങ്ങളൊന്നും ഇല്ലാതെയും
സിനിമകൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കും തരുന്നുണ്ട്. അപ്പോൾ ആരാണ് സീനിയർ ആരാണ് ജൂനിയർ എന്നുള്ളത് ചെറിയ സംശയമുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിനീത് ഞങ്ങളുടെയൊക്കെ സീനിയർ ആണെന്ന് തോന്നാറുണ്ട്. കുറേ കാര്യങ്ങൾ വിനീതിൽ നിന്ന് ഞങ്ങൾ പഠിക്കാറുണ്ട്. ഞാനെപ്പോഴും വിനീതിനെ പോലെ ഞാൻ മറ്റുള്ളതാവുക എന്നാണ് വളരെ പക്വതയോട് കൂട്ടിയിട്ടൊക്കെ ആളുകളോട് പെരുമാറാൻ പഠിക്കുന്നതൊക്കെ വിചാരിക്കാറുണ്ട്. ഏതായാലും എന്താ കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല. കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് കണ്ടൊരു സന്തോഷം. ഇവരൊക്കെ നാളെ വലിയ താരങ്ങളാവുമ്പോൾ ഇത് സഭാകമ്പത്തോടുകൂടി നിൽക്കാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത്